ഇന്ന് നമുക്ക് കോഴി പാർട്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതാ കോഴി പാർട്സ് നന്നായി കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ അകത്തുള്ള എല്ലാം ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാകും. നന്നായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കുഴച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതാ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി കുരുമുളക് പൊടി നമുക്ക് വെന്തതിന് ശേഷം കുറച്ച് ചേർക്കാനുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് സവോള ചേർക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം. ഇനി അടച്ചു വയ്ക്കാം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ബാക്കി മസാലകൾ നമുക്കിതിലേക്ക് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ടിത് അടച്ചു വയ്ക്കുക. ഒന്ന് തുറന്ന് നോക്കേ. നന്നായിട്ട് ഒന്നും കൂടെ ഇനി ഇളക്കി കൊടുക്കുക. സവോള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. എല്ലാ മസാലകളൊക്കെ ഏകദേശം. ഇനി നമുക്ക് ഈ കോഴി പാർട്സ് എടുത്ത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇത് ബാക്കി വന്ന ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണമേ. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നന്നായിട്ട് വേവട്ടെ. നന്നായിട്ടിത് ഇവിടെ കിടന്ന് വേവട്ടെ. ഒന്ന് തുറന്ന് നോക്കേ നമുക്ക്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. മുളക് പൊടി കുറച്ചിട്ടിട്ട് കൂടുതൽ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടേ.
ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കോഴി പാർട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതാട്ടോ. അപ്പം അത് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതാണ് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ്. അപ്പം അത് ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ കോഴി പാർട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കോഴി പാർട്സ്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ.